കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ 63 63 അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അനിരുദ്ധനെ കാണാതെ ദ്വാരകാവാസികൾ വിഷമിച്ചു. അപ്പോൾ നാരദ മഹർഷിയിൽ നിന്നറിഞ്ഞു അനിരുദ്ധനെ ബാണാസുരൻ ബന്ധിച്ചിരിക്കുകയാണെന്ന്. ഉടനെ തന്നെ യാദവന്മാർ സൈന്യസമേതം ശോണിതപുരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ബാണന്റെ കാവൽക്കാരനായിരുന്ന പരമേശ്വരനും ഭൂതഗണങ്ങളും പുത്രന്മാരും ചേർന്ന് ബാണന്റെ ഭാഗത്തു നിന്ന് യാദവന്മാരോട് എതിരിട്ടു. കൃഷ്ണനും പരമേശ്വരനും തമ്മിലായിരുന്നു യുദ്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും ശസ്ത്രാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. കൃഷ്ണൻ ജൃംഭണാസ്ത്രം പ്രയോഗിച്ച് പരമേശ്വരനെ മോഹിപ്പിച്ചു. പ്രത്യുമ്നൻ സുബ്രഹ്മണ്യനെ തോൽപ്പിച്ചു. ബാണന്റെ സൈന്യം മുഴുവൻ നശിച്ചു. ബലരാമൻ കുംഭാണ്ഡനെയും സൈന്യത്തെയും തോൽപ്പിച്ചു. ബാണാസുരൻ കൃഷ്ണന്റെ നേർക്ക് 500 വില്ലുകൾ ഒരേ സമയം തൊടുത്തുവിട്ടു. 500 വില്ലുകൾ വലിച്ച് ഞാൻ വിട്ട് ഓരോന്നിൽ നിന്നും 2 ബാണങ്ങൾ വെച്ച് വിട്ടു. അപ്പൊ കൃഷ്ണൻ അവന്റെ വില്ലിനെ എല്ലാം പൊടിച്ചു. തിരിച്ച് ശസ്ത്രങ്ങൾ അയച്ച് എല്ലാത്തിനെയും മുറിച്ചു. ബാണന്റെ സൂതനെയും അതുപോലെ തേരിനെയും കുതിരകളെയും എല്ലാം വധിച്ചു. എന്നിട്ട് ഭഗവാൻ വിജയസൂചകമായി ശംഖധ്വനി മുഴക്കി. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച അപശ്യതാം ചാനുരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത 4 വാർഷികാ മാസാ വ്യതീയുർ അനുശോചതാം. അപശ്യതാം ച അനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത 4 വാർഷികാ മാസാ വ്യതീയുഹു അനുശോചതാം. അപശ്യതാം അനിരുദ്ധം, അനിരുദ്ധനെ അപശ്യതാം കാണാത്തവരും അനുശോചതാം വ്യസനിക്കുന്നവരുമായ തദ്ബന്ധൂന അവന്റെ ബന്ധുക്കളുടെയും, അതായത് അനിരുദ്ധനെ ചിത്രലേഖ യോഗബലം കൊണ്ട് ഉഷയുടെ അടുത്ത് എത്തിച്ചല്ലോ. അപ്പോൾ ഇവിടെ കുറെ നാളായി അനിരുദ്ധനെ കാണാനില്ല. അപ്പോ യാദവന്മാരെല്ലാം വളരെ ദുഃഖിച്ചു. വർഷകാല സംബന്ധികളായ 4 മാസ 4 മാസങ്ങൾ വ്യതീയുഹു. അപ്പോൾ വർഷകാലത്ത് അധികാരം വെളിയിൽ ഇറങ്ങാറില്ല. പക്ഷെ ഇവിടെ അനിരുദ്ധനെ കാണാനില്ല. അപ്പൊ അങ്ങനെ 4 മാസവും അനിരുദ്ധനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ ദ്വാരകാവാസികൾ കഴിഞ്ഞുകൂടി. അപശ്യതാം ച അനിരുദ്ധം ബന്ധൂനാം ച ഭാരത 4 വാർഷികാ മാസാ വ്യതീയുർ അനുശോചതാം. ശ്ലോകം 2. നാരദാത്തുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയൂഷോണിതപുരം കൃഷ്ണയ കൃഷ്ണദേവതാഃ. നാരദാഃ തത് ഉപകർണ്യ, നാരദാഹ അല്ല, നാരദാത് തത് ഉപകർണ്യ, നാരദനിൽ നിന്ന് തത് ഉപകർണ്യ, അത് കേട്ടിട്ട്. എന്തോന്നാണ് കേട്ടത്? വാർത്താം ബന്ധസ്യ കർമ്മച. ബന്ധസ്യ ബന്ധിക്കപ്പെട്ടവന്റെ, അതായത് അനിരുദ്ധനല്ലോ നാഗപാശം കൊണ്ട് ബാണാസുരൻ ബന്ധിച്ചിരിക്കുന്നത്. ആ വാർത്തയും വർത്തമാനത്തെയും തത്കർമ്മച്ച ആ പ്രവൃത്തിയെയും, ബാണാസുരൻ ചെയ്ത ആ പ്രവൃത്തിയെയും ഉപാകർണ്യെ കേട്ടിട്ട്. അപ്പൊ നാരദമുനി ഒരു ദിവസം ദ്വാരകയിൽ വന്ന് അവരോട് പറഞ്ഞു, ഇതുപോലെ അനിരുദ്ധനെ ബാണാസുരൻ നാഗപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് കൃഷ്ണദേവത, കൃഷ്ണനാകുന്ന ദൈവത്തോടു കൂടിയ വൃഷ്ണികൾ ശോണിതപുരം പ്രയയു, ശോണിതപുരത്തെ പ്രാപിച്ചു. അപ്പൊ അനിരുദ്ധനെ ബന്ധിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട്, നാരദ മഹർഷിയിൽ നിന്ന് അറിഞ്ഞിട്ട് എല്ലാവരും സൈന്യത്തോടുകൂടി
ബാണാസുരന്റെ നഗരമായ ശോണിതപുരത്തേക്ക് പുറപ്പെട്ടു. നാരദാത്തതുപാകർണ്യ വാർത്താംബദ്ധസ്യ കർമ്മജ പ്രയയൂഷോണിതപുരം കൃഷ്ണയ കൃഷ്ണദേവതാഹ. ശ്ലോകം 3. പ്രത്യുമ്നോ യുയുധാനശ്ച ഗതസാംബോധസാരണഃ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണാനുവർത്തിനഃ. അപ്പൊ ഇവര് യാദവന്മാർ 12 അക്ഷൗഹിണി പടയോടുകൂടിയാണ് അവിടെ പോയത്. അക്ഷൗഹിണീഭിർ ദ്വാദശഭിഹി, 12 അക്ഷൗഹിണികളോടുകൂടി പോയി. സമേത അക്ഷൗഹിണികളോട് യോജിച്ചവരായ സർവതോ ദിശം സാത്വദർശഭ യാദവ വീരന്മാർ സമന്താത് 4 ഭാഗത്ത് നിന്ന് ബാണനഗരം ബാണപുരത്തെ സർവതോ ദിശ എല്ലാ ഭാഗത്തും രുരോധു എല്ലാ ഭാഗത്തും നിരോധിച്ചു. എല്ലാ ഭാഗത്തും അവര് 4 ഭാഗത്തും ഇവരുടെ സൈന്യങ്ങൾ കൊണ്ട് അവരെ തടഞ്ഞു. ശോണിതപുരം അവർ വളഞ്ഞു, 4 ഭാഗവും വളഞ്ഞു. അക്ഷൗഹിണീഭിർ ദ്വാദശഭി സമേത സർവതോദിശം രുരുദുർബാണ നഗരം സമന്താസാത്വദർശഭാഹ. ശ്ലോകം 5. പജ്യമാന പുരോദ്യാന പ്രാകാര അട്ടാല ഗോപുരം പ്രേക്ഷമാണോരുഷാവിഷ്ട സ്തുല്യൈ സൈന്യോ അഭിനിര്യയോ. അപ്പോ ഭജ്യമാന പുര ഉദ്യാന പ്രാകാര അട്ടാല ഗോപുര. ഭജ്യമാനം എന്ന് വെച്ചാൽ തകർക്കപ്പെട്ടു. എന്തൊക്കെയാണ്? പുരങ്ങള്, ഉദ്യാനങ്ങള്, മതിലുകള്, കോട്ടകള്, ഗോപുരങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു. യാദവ സൈന്യങ്ങളെല്ലാം തകർത്തു. പ്രേക്ഷമാണഹ കാണുന്നവനായി, രുഷാവിഷ്ട രോഷാധിക്യത്തോട് കൂടിയവനായി, കോട്ടകളൊക്കെ തകർത്തത് കാണുന്നവനായി, ദേഷ്യത്തോടുകൂടി തുല്യ സൈന്യ സമാന സൈന്യത്തോട് കൂടിയവനായി, അഭിനിർയയോ നിർഗമിച്ചു, അവൻ പുറപ്പെട്ടു പോയി. അപ്പോ ബാണാസുരൻ ഇത് കണ്ടു. തങ്ങളുടെ കോട്ടകളും ഗോപുരങ്ങളും എല്ലാം തകർത്തു. അത് കണ്ട ബാണാസുരൻ ക്രോധാകുലനായി എന്ത് ചെയ്തു? ഉടനെ തന്നെ 12 അക്ഷൗഹിണിയാണല്ലേ വീണ്ടും, അതുപോലെ 12 അക്ഷൗഹിണികളും ചേർത്ത് യാദവ വീരരോട് യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു. പജ്യമാന പുരോദ്യാന പ്രാകാരാട്ടാല ഗോപുരം പ്രേക്ഷമാണോ രുഷാവിഷ്ട സ്തുല്യ സൈന്യോഭി നിർയയോ. ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുതൈ പ്രമഥൈർവൃത ആരുഹ്യ നന്ദി വൃഷഭം യുധേ രാമകൃഷ്ണയോഹോ. ബാണ അർത്ഥേ ഭഗവാൻ രുദ്രഃ സസുതൈഹി പ്രമഥൈഹി വൃത. സസുതൈ പുത്രന്മാരോടുകൂടി, പ്രമഥൈ ഭൂതഗണങ്ങളാൽ വൃത ചുറ്റപ്പെട്ട ഭഗവാനായ രുദ്രൻ. ബാണാർത്ഥേ ബാണനു വേണ്ടി. കാരണം എന്താണ്? ബാണൻ വരം വാങ്ങിച്ചിട്ടുണ്ട്, തപസ് ചെയ്ത് രുദ്രനോട് വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ബാണന്റെ കാവൽക്കാരനായിട്ട് ഇവിടെ കാണണമെന്നുള്ളത്. അപ്പോ പരമേശ്വരൻ എപ്പോഴും ബാണന്റെ കാവൽക്കാരനായിട്ട് അവിടെ തന്നെ ഉണ്ട്, രക്ഷകനായിട്ട്. അപ്പൊ അതുകൊണ്ട് ബാണന് വേണ്ടി നന്ദി വൃഷഭം, നന്ദിയുടെ പുറത്ത് കയറി കയറി രാമകൃഷ്ണന്മാരോടുകൂടി യുദ്ധം ചെയ്തു. അപ്പോൾ പരമേശ്വരൻ ബാണന് വേണ്ടിയാണ് പുത്രന്മാരോടും ഭൂതഗണങ്ങളോടും ചേർന്ന് രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്തു. ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുതൈ പ്രമഥൈർവൃത ആരുഹ്യ നന്ദി വൃഷഭം യുധേ രാമകൃഷ്ണയോഹോ. ശ്ലോകം 7. ആസീത് സുതുമുലം യുദ്ധമത്ഭുത രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രത്യുമ്ന ഗുഹയോരവി. ആസീത് സുതുമുലം യുദ്ധം അത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോഹോ രാജൻ പ്രത്യുമ്ന ഗുഹയോഹോ അപി.
ആസീത് ഉണ്ടായി. എന്താണ്? സുതുമുലം യുദ്ധം അത്ഭുതം. സുതുമുലം ഏറ്റവും ഭയങ്കരവും അത്ഭുതം ആശ്ചര്യകരവും രോമകർഷണം രോമാഞ്ചജനകവുമായ യുദ്ധം പോരാട്ടം ആസീതുണ്ടായി. ആര് തമ്മിൽ? കൃഷ്ണശങ്കരയോഹോ രാജൻ, അല്ലയോ രാജാവേ, കൃഷ്ണനും ശിവനും തമ്മിലും പ്രത്യുമ്ന ഗുഹയോരവി. പ്രത്യുമ്നും ഗുഹൻ എന്ന് പറഞ്ഞ ആരാണ്? സുബ്രഹ്മണ്യൻ. അപ്പൊ കൃഷ്ണനും പരമേശ്വരനും തമ്മിൽ, പ്രത്യുമ്നും സുബ്രഹ്മണ്യനും തമ്മിൽ യുദ്ധം. ആസീസുതുമുലം യുദ്ധം അത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രത്യുമ്ന ഗുഹയോരവി. ശ്ലോകം 8. കുംഭാണ്ഡ കൂപകർണാഭ്യാം ബലേന സഹ സംയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേ. കുംഭാണ്ഡ കൂപകർണാഭ്യാം. കുംഭാണ്ഡ കൂപകർണന്മാരോട്, അതായത് കുംഭാണ്ഡകനും കൂപകർണനും. കുംഭാണ്ഡകൻ ബാണാസുരന്റെ മന്ത്രിയാണ്. ബലേന സഹ, ബലനോടുകൂടി, അതായത് ബലരാമൻ കുംഭാണ്ഡകനോടും കൂപകർണനോടും യുദ്ധം ചെയ്തു. കുംഭാണ്ഡ കർണാഭ്യാം, കുംഭാണ്ഡ കൂപകർണന്മാരുടെ ബലേന സഹ, ബലനോടുകൂടി സംയുഗം യുദ്ധം. സാംബസ്യ, സാമ്പന് ബാണപുത്രേന, സാമ്പൻ ബാണപുത്രനോടും സാത്യകി ബാണേന സഹ, ബാണനോടും യുദ്ധം ചെയ്തു. അപ്പൊ ബലരാമൻ കുംഭാണ്ഡകനും കൂപകർണനോടും സാമ്പൻ ബാണപുത്രനോടും സാത്യകി ബാണനോടും യുദ്ധം ചെയ്തു. കുംഭാണ്ഡ കൂപകർണാഭ്യാം ബലേന സഹ സംയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേ. ശ്ലോകം 9. ബ്രഹ്മാദയാസുരാധീശ മുനയ സിദ്ധചാരണാഹ ഗന്ധർവാപ്സരസോ യക്ഷ വിമാനൈർദ്രഷ്ടുമാഗമൻ. ബ്രഹ്മാദയ സുരാധീശ മുനയ സിദ്ധചാരണാഹ. സുരാധീശ, ദേവന്മാരുടെ അധിപന്മാരായ ബ്രഹ്മാദയ, ബ്രഹ്മാവ് മുതലായവയും മുനയഹ, മുനികളും സിദ്ധചാരണ, സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവ അപ്സരസ, ഗന്ധർവന്മാരും അപ്സരസുകളും യക്ഷാഹ, യക്ഷന്മാരും വിമാനൈഹ, വിമാനങ്ങളോടുകൂടി ദ്രഷ്ടും, കാണാനായിക്കൊണ്ട് ആഗമിച്ചു. അപ്പൊ ഈ യുദ്ധം കാണാൻ, അതായത് കൃഷ്ണനും പരമേശ്വരനും തമ്മിലുള്ള യുദ്ധമാണ്, പ്രത്യുമ്നും ഗുഹനും തമ്മിലുള്ള യുദ്ധമാണ്, ബലരാമനും കുംഭാണ്ഡകനും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് കാണാൻ ആകാശത്ത് എല്ലാ പേരും, അതായത് ബ്രഹ്മാവ്, മുനികള്, സിദ്ധചാരണ, ഗന്ധർവ, അപ്സരസുകൾ എല്ലാവരും വിമാനത്തോടുകൂടി വന്ന് നിരന്നു നിന്നു. ബ്രഹ്മാദയാസുരാധീശ മുനയ സിദ്ധചാരണാഹ ഗന്ധർവാപ്സരസോ യക്ഷ വിമാനൈർദ്രഷ്ടുമാഗമൻ. ശ്ലോകം 10-11. ശങ്കരാനുചരാൻ ശൗരീർ ഭൂതപ്രമദ ഗുഹ്യകാൻ ഡാഗിനീർയാതുധാനാശ്ച വേതാളൻ സവിനായകാൻ പ്രേതമാതൃപൃശാജാംശ കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീഷ്ണാഗ്രൈ ശരൈഷാർങ്ങധനുച്ഛിതൈഹി. അപ്പോ ശിവന്റെ ഭൂതഗണങ്ങളോട്, ശിവനോട് യുദ്ധം ചെയ്ത കൃഷ്ണനാണല്ലോ. അപ്പൊ കൃഷ്ണൻ മൂർച്ചയേറിയ ബാണങ്ങൾ കൊണ്ട് ശിവന്റെ അനുചരന്മാരായ ഭൂതഗണങ്ങളെയല്ല, അതൊക്കെ ആരൊക്കെയാണെന്നാണ് പറയുന്നത് ഇവിടെ. ശങ്കര അനുചരാൻ, ശങ്കരന്റെ, അതായത് പരമേശ്വരന്റെ അനുചരന്മാരായ ശൗരിഹി എന്നത് കൃഷ്ണൻ യുദ്ധം ചെയ്ത ആരൊക്കെ? ഭൂതങ്ങൾ, പ്രമഥങ്ങൾ, ഗുഹ്യകാൻ, ഡാകിനി, യാതുധാനന്മാർ, വേതാളങ്ങൾ, വിനായക സഹിതരായ വേതാളങ്ങൾ, വേതാളാൻ സവിനായകാൻ, വിനായകനോടുകൂടിയ വേതാളങ്ങൾ, പിന്നെ പ്രേത പിശാചുക്കൾ, കൂഷ്മാണ്ഡങ്ങൾ, ബ്രഹ്മരക്ഷസൻ, ഇവരെയെല്ലാം ദ്രാവയാമാസ ഓടിച്ചു.
എന്തുകൊണ്ടാണ് ഓടിച്ചത്? തീഷ്ണാഗ്രൈ ശരൈ ശാർങ്ങധനുച്യുതൈ ധനുശ്ചുതൈ ശാർങ്ങമെന്ന പേരായ ഭഗവാന്റെ ശാർങ്ങമെന്ന പേരായ ധനുസിൽ നിന്നും പുറപ്പെട്ട ശരൈഹി ശരങ്ങൾ കൊണ്ട് ശങ്കരാനുചരൻ ശിവന്റെ ഈ ഭൂതഗണങ്ങളും പിശാചുക്കൾ, മാതൃക്കൾ, കൂഷ്മാണ്ഡങ്ങൾ ഇവരെ എല്ലാം എന്ത് ചെയ്തു? അവരെ എല്ലാം ദ്രാവയാമാസ ഓടിപ്പിച്ചു. ശങ്കരാൻ ശൗരിർഭൂത പ്രമദ ഗുഹ്യകാൻ ഡാകിനീർയാതുദാനാം ച വേതാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ കൂഷ്മാണ്ഡൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീഷ്ണാഗ്രൈ ശരൈർഷാംഗധനുശ്ചുതൈ. ശ്ലോകം 12. പൃഥക് വിധാനി പ്രായുക്ത പിനാക്യസ്ത്രാണി ശാർങ്ങിണേ പ്രത്യഷ്ട്രൈ ശമയാമാസ ശാർങ്ങപാണിർ അവിസ്മിതഃ. പൃഥക് വിധാനി പ്രായുക്ത പിനാകി അസ്ത്രാണി ശാർങ്ങിണേ. പിനാകി എന്ന് പറഞ്ഞാൽ ആരാണ്? പരമശിവൻ. ശാർങ്ങിണേ കൃഷ്ണന്റെ നേർക്ക് പൃഥക് വിധാനി ബഹുവിധങ്ങളായ അസ്ത്രങ്ങളെ പ്രായുക്ത പ്രയോഗിച്ചു. അപ്പൊ പരമേശ്വരൻ പിനാകം എന്ന ആയുധം ധരിച്ചിരിക്കുന്ന ശിവൻ കൃഷ്ണന്റെ നേരെ ബഹുവിധ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ശാർങ്ങമെന്ന ധനുസ് ധരിച്ചിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? അവിസ്മിത പരിഭ്രമം കൂടാത്തവനായി പ്രത്യസ്ത്രങ്ങളെ ശമയാമാസ പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവയെല്ലാം ശമിപ്പിച്ചു. പൃഥക് വിധാനി പ്രായുക്ത പിനാക്യസ്ത്രാണി ശാർഗിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർങ്ങപാണിരവിസ്മിതഃ. ശ്ലോകം 13. ബ്രഹ്മാസ്തസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. ബ്രഹ്മാസ്ത്രത്തിന് അപ്പോ ഓരോന്നിനും പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന പറയുകയാണ്. ശിവൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന് ഭഗവാൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കി. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രത്തിനെ ബ്രഹ്മാസ്ത്രം കൊണ്ടും വായവ്യ അതായത് വായുമന്ത്രകമായതിനെ പർവ്വതാസ്ത്രം കൊണ്ടും വായവ്യാസ്ത്രത്തിനെ പർവ്വതാസ്ത്രം കൊണ്ടും ആഗ്നേയാസ്ത്രത്തെ പർജന്യാസ്ത്രം കൊണ്ടും. ആഗ്നേയം എന്നത് തീയാണ്. പർജന്യം എന്ന് പറഞ്ഞാല് മേഘം, വെള്ളം. അപ്പോൾ അഗ്നി അസ്ത്രം പ്രയോഗിക്കുമ്പോൾ വെള്ളം കൊണ്ടുള്ള അസ്ത്രം കൊണ്ട് അതിനെ തടുക്കും. വായുവിന്റെ ആണെങ്കിൽ പർവ്വതം കൊണ്ട് തടുക്കും, പർവ്വതാസ്ത്രം. അതാണ് പ്രത്യസ്ത്രം എന്ന് പറയുന്നത്. ആഗ്നേയസ്ത ച പാർജന്യം നൈജം പാശുപതസ്യ ച. പാശുപതാസ്ത്രം അതിന് നൈജം നാരായണാസ്ത്രം പ്രയോഗിച്ചു. ശിവൻ പാശുപതാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ നാരായണാസ്ത്രം. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ടും വായവ്യാസ്ത്രത്തെ പർവ്വതാസ്ത്രം കൊണ്ടും ആഗ്നേയാസ്ത്രത്തെ പർജന്യാസ്ത്രം കൊണ്ടും പാശുപതാസ്ത്രത്തെ നാരായണാസ്ത്രം കൊണ്ടും ഇല്ലാതാക്കി. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. ശ്ലോകം 14. മോഹയിത്വാ തു ഗിരിശം ജിബ്രണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പൃഥനാം ശൗരിർ ജഖാനാസി ഗതേഷുഭി. മോഹയിത്യാത്തു ഗിരീശം ജിംബ്രണാസ്ത്രേണ ജിംബൃതം. അപ്പൊ കൃഷ്ണൻ ജിംബ്രണം എന്ന പേരായ അസ്ത്രത്താൽ ഗിരിശനെ ജിംബൃതം മോഹിപ്പിച്ചു. ജിംബൃതമാകത്തക്കവണ്ണം മോഹിപ്പിച്ചിട്ട്, അത് മോഹനാസ്ത്രമാണ്. അപ്പൊ ജിംബൃതാസ്ത്രം പ്രയോഗിച്ച് അതിനെ മോഹിപ്പിച്ചിട്ട് ശിവനെ അസി ഗതേഷുഭി, അസി വാള്, ഗത, ഇഷുഭി എന്ന് വെച്ചാൽ ബാണം. വാൾ, ഗത, ബാണം ഇവ കൊണ്ട് ബാണസ്യ ബാണന്റെ പ്രതനാം സേനയെ ജഖാന നശിപ്പിച്ചു. അപ്പൊ കൃഷ്ണൻ ജിംബ്രണാസ്ത്രം ഉപയോഗിച്ച് ശിവനെ മോഹിപ്പിച്ചു.
ബാണങ്ങൾ, വാൾ, ഗദ എന്നിവ കൊണ്ട് ബാണന്റെ സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു. മോഹയിത്വാ തു ഗിരിശം ജിംബ്രണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ ഭൃതന ശൗരിർ ജഘാനാസിഗദേഷുഭി. ശ്ലോകം 15. സ്കന്ദപ്രത്യുമ്ന ബാണൗഖർ അർദ്യമാനാ സമന്തതഃ അസ്രക് വിമുഞ്ചൻ ഗാത്രേഭ്യ ശിഖിന അപാക്രമത് രണാത്. സ്കന്ദഃ പ്രത്യുമ്ന ബാണൗഖെ, പ്രത്യുമ്ന ബാണൗഖെ, പ്രത്യുമ്നന്റെ ബാണങ്ങളാൽ പ്രത്യുമ്നൻ ആരോടാണ്? സ്കന്ദനോടാണ് യുദ്ധം ചെയ്തത്. അർദ്യമാന സമന്തത, സമന്തത 4 ഭാഗത്തും അർദ്യമാന പീഡിപ്പിക്കപ്പെടുന്ന സ്കന്ദഹ സുബ്രഹ്മണ്യൻ ഗാത്രേഭ്യ അവയവങ്ങളിൽ നിന്ന് അസ്രക് രക്തത്തെ വിമുഞ്ചൻ മോചിപ്പിക്കുന്നവനായി. അതായത് പ്രത്യുമ്നൻ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് സുബ്രഹ്മണ്യന്റെ ശരീരാവയവങ്ങളെല്ലാം മുറിവേൽപ്പിച്ചു. അപ്പം ആ ശരീരാവയവങ്ങളിൽ നിന്ന് രക്തം ഒലിപ്പിച്ചുകൊണ്ട് രണാദ് യുദ്ധത്തിൽ നിന്ന് ശിഖിന മയിൽ വാഹനത്തോടുകൂടി അപാക്രമത്, ശിഖിന അപാക്രമത് രണാദ് എന്നാണ്. ദ്രണാദ് എന്നുള്ളത് ശിഖിന അപാക്രമത് ദ്രവിണാദ് അല്ല അപാക്രമത് രണാദ്, രണാദ് യുദ്ധത്തിൽ നിന്ന്, രണന്ന് വെച്ചാൽ യുദ്ധം, രണാദ് യുദ്ധത്തിൽ നിന്ന് ശിഖിന മയിൽ വാഹനത്തോടുകൂടി അപാക്രമത് ആര്യ സുബ്രഹ്മണ്യൻ ഓടിപ്പോയി. സ്കന്ദപ്രത്യുമ്ന ബാണൗഖേർ അർദ്യമാന സമന്തത അശ്രത് വിമുഞ്ചൻ ഗാത്രേഭ്യ ശിഖിന അപാക്രമത് രണാദ്. ശ്ലോകം 16. കുംഭാണ്ഡകൂപകർണശ്ച പേദദുർമുസലാർദിതൗ ദുദ്രുവൂ തത് അനീകാനി ഹതനാഥാനി സർവദാ. കുംഭാണ്ഡക കൂപകർണക ച, കുംഭാണ്ഡനും കൂപകർണനും, കുംഭാണ്ഡൻ ബാണന്റെ മന്ത്രിയാണ്. മുസലാർദ്ദതോ മുസലത്താൽ പീഡിപ്പിക്കുക, അതായത് ബലരാമന്റെ ഉലക്കയാൽ പീഡിപ്പിക്കപ്പെട്ടവരായി പേദതു പതിച്ചു. ബലരാമനോട് യുദ്ധം ചെയ്തപ്പോ ബലരാമൻ ഉലക്കൊണ്ട് അടിച്ച് അവരെയൊക്കെ തറയിലിട്ടു. പേദതു പതിച്ചു. ഹതനാഥാനി ഹനിക്കപ്പെട്ട നാഥനോടുകൂടി തദനീകാനി അവരുടെ സൈന്യങ്ങൾ സർവദാ 4 ഭാഗത്തും ദുദ്രുവു ഓടി. അപ്പോ കുംഭാണ്ഡന്റെ സൈന്യങ്ങളെല്ലാം, കുംഭാണ്ഡൻ നാഥൻ താഴെ വീണപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? ദുദ്രുവു ഓടി 4 ഭാഗത്തേക്കും, സർവദ 4 ഭാഗത്തേക്കും അവർ ഓടി. കുംഭാണ്ഡകോപകർണശ്ച വേദധർമുസലാർദിതൗ ദുദ്രുവുസ്തനീകാനി ഹതനാഥാനി സർവദാ. ശ്ലോകം 17. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണഃ കൃഷ്ണം അഭ്യദ്രവത് സംഖ്യേ രഥീ ഹിത്വൈവ സാത്വികീം. വിശീര്യമാണം സ്വബലം, വിശീര്യമാണം നശിക്കപ്പെടുന്ന സ്വബലം തന്റെ സൈന്യത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് ബാണഃ അത്യമർഷണഃ, അത്യമർഷണഃ ഏറ്റവും ക്രോധയുക്തനായ ബാണഃ ബാണൻ സാത്വികയെ ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ബാണൻ സാത്വികയോടാണല്ലോ യുദ്ധം ചെയ്തിരുന്നത്, സാത്വികയെ ഉപേക്ഷിച്ചിട്ട് രഥി തേരിലിരിക്കുന്നവനായി സംഖ്യ യുദ്ധത്തിൽ കൃഷ്ണനെ അഭ്യദ്രവ് നേർക്കെടുത്തു. അപ്പൊ കൃഷ്ണന്റെ ബാണവർഷ നിമിത്തം നശിച്ചു പോകുന്ന സൈന്യത്തെ കണ്ടിട്ട് അത്യധികം ക്രോധത്തോടുകൂടിയ ബാണാസുരൻ എന്ത് ചെയ്തു? സാത്വികയെ വെടിഞ്ഞിട്ട് തേരിൽ കയറി യുദ്ധത്തിൽ കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞു. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണഃ കൃഷ്ണം അഭ്യദ്രവത് സംഖ്യേ രതി ഹിത്വൈവ സാത്വികയും. ശ്ലോകം 18. ധനൂഷ്യാകൃഷ്യ യുഗപത് ബാണപഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദൗ സന്തഥേ രണദുർമദഃ. രണദുർമദഃ യുദ്ധത്തിൽ ഗർവിഷ്ഠനായ ബാണൻ പഞ്ചശതാനി ധനൂംഷി ആകൃഷ്യ. പഞ്ചശതാനി എന്ന് പറഞ്ഞാൽ 500 ധനൂംഷി വില്ലുകളെ യുഗപത് ഒരേ സമയത്ത് ആകൃഷ്യ വലിച്ചിട്ട് ഏകൈകസ്മിൻ ഓരോന്നിൽ ദൗ ശരവും ഈ 2 ശരങ്ങളെ സന്തതോ തൊടുത്തുവിട്ടു. അപ്പൊ ബാണാസുരന് 1000 കൈകളുണ്ടല്ലോ, അതുകൊണ്ട് 500 വില്ല് ഒരേ സമയം തൊടുക്കാൻ ബാണാസുരന് കഴിയും.
അതുകൊണ്ട് ബാണാസുരൻ എന്ത് ചെയ്തു? 500 വില്ലെടുത്തിട്ട് ഓരോ വില്ലിൽ നിന്ന് 2 ശരങ്ങളെ വച്ച് എവിടെ? കൃഷ്ണന്റെ നേരെ തൊടുത്തു വിട്ടു. ശ്ലോകം 19. അല്ല, ഇതൊന്ന് വായിച്ചിട്ട്. തനുംഷ്യാകൃഷ്യ യുഗപത് ബാണപഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദൗദൗ സന്തതേരണ ദുർമദ. ശ്ലോകം 19. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗപത് ഹരിഹി സാരഥീം രഥം അശ്വാം ച ഹത്വാ ശംഖം അപൂരയത്. താനി ചിച്ഛേദ ഭഗവാൻ, ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണനായ ഹരിഹി കൃഷ്ണൻ, താനി ധനൂംഷി ആ വില്ലുകളെ, ആ 500 വില്ലുകളെയും യുഗപത് ഒരേ സമയം ചിച്ഛേദ മുറിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അനന്ത ഗുണവാനായ ഭഗവാൻ ഒരേ സമയം തന്നെ 500 വില്ലുകളെയും ശരമയച്ച് അതിനെ മുറിച്ചു കളഞ്ഞു. സാരഥി തേരാളിയെയും രഥം തേരിനെയും അശ്വാഞ്ച കുതിരകളെയും ഹത്വ കൊന്നിട്ട് ശംഖം ശംഖത്തെ അപൂരയ ഊതി. അപ്പൊ ഭഗവാൻ അവന്റെ 500 വില്ലിനെയും ഒരേ സമയം മുറിച്ചു കളഞ്ഞിട്ട് അവന്റെ തേരിനെയും തേരാളിയും കുതിരകളെയും എല്ലാം കൊന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വിജയസൂചകമായി ശംഖ് മുഴക്കി. താനി ചിച്ഛേദ ഭഗവാൻ തനൂംഷി യുഗപത് ഹരി സാരഥിം രഥം അശ്വാം ച ഹത്വാ ശംഖം അപൂരയത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.